വീണുടഞ്ഞ സിംഹാസനങ്ങൾ. അറബ് ലോകത്തെ മാറ്റിമറിച്ച സൈനിക ഇടപെടലുകളുടെ ചരിത്രം. ചരിത്രം ചിലപ്പോൾ രക്തം കൊണ്ടെഴുതപ്പെടുന്നു. അധികാരത്തിന്റെ കൊടുമുടികൾ കീഴടക്കിയ പല അറബ് നേതാക്കളും സൈനിക നീക്കങ്ങളിലൂടെയും ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയും നിലം പതിച്ച കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾ സാക്ഷ്യം വഹിച്ചത്. ചിലർ തൂക്കുമരത്തിലേക്കും ചിലർ വെടിയുണ്ടകളിലേക്കും മറ്റു ചിലർ തടവറകളിലേക്കും നയിക്കപ്പെട്ടു. ലോകത്തെ വിറപ്പിച്ച ആ നേതാക്കളുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഇറാഖിലേക്ക്. സദ്ദാം ഹുസൈൻ. യുദ്ധം, വിചാരണ, ഒടുവിൽ തൂക്കുമരം. 3 പതിറ്റാണ്ടോളം ഇറാഖിനെ അടക്കി ഭരിച്ച സദ്ദാം ഹുസൈൻ. 2003 അമേരിക്കയുടെ സൈനിക അധിനിവേശമാണ് സദ്ദാമിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചത്. ഒളിത്താവളത്തിൽ നിന്ന് പിടിക്കപ്പെട്ട അദ്ദേഹത്തെ ഇറാഖിലെ പ്രത്യേക കോടതി വിചാരണ ചെയ്തതിനു ശേഷം 2006 ഡിസംബർ 30 പുലർച്ചെ ഏകദേശം 6 മണിയോടെ ബാഗ്ദാദ് പ്രാദേശിക സമയം ബാഗ്ദാദിലെ അൽ ഖാദിമിയ മേഖലയിലെ ഒരു സൈനിക കേന്ദ്രത്തിൽ തൂക്കിലേറ്റുകയായിരുന്നു. അന്ന് ഇസ്ലാമിക കലണ്ടറിലെ ഈദ് അൽ അദ്ഹയ്ക്ക് മുന്നോടിയായ ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്ക് പ്രത്യേക രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രതികരണങ്ങളുണ്ടായി. ഒരധിനിവേശ സൈന്യത്താൽ ഭരണകൂടം തകർക്കപ്പെട്ടതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമായി ഇറാഖ് പിന്നീട് ലോകരാഷ്ട്രീയത്തിൽ രേഖപ്പെട്ടു. രണ്ടാമതായി മുഅമ്മർ ഗദ്ദാഫി, ലിബിയയിലെ വിപ്ലവകാരി. ഇനി ലിബിയയുടെ മണലാരണ്യങ്ങളിലേക്ക്. 42 വർഷം ലിബിയയുടെ പരമാധികാരിയായിരുന്ന മുഅമ്മർ അൽ ഗദ്ദാഫി 2011 അറബ് വസന്തവും അതിനെ തുടർന്നുണ്ടായ നാറ്റോയുടെ സൈനിക ഇടപെടലും ഗദ്ദാഫിയെ അധികാരത്തിൽ നിന്ന് തെറിപ്പിച്ചു. ഒടുവിൽ സ്വന്തം നാട്ടുകാരായ വിമതരുടെ കൈകളാൽ അദ്ദേഹം ക്രൂരമായി കൊല്ലപ്പെട്ടു. ഒരു കാലഘട്ടത്തിന്റെ അന്ത്യമായിരുന്നു അത്. മൂന്നാമതായി യാസർ അറാഫാത്ത്, ഫലസ്തീന്റെ പോരാളി. ഫലസ്തീൻ ജനതയുടെ വിമോചന സ്വപ്നങ്ങൾക്ക് നേതൃത്വം നൽകിയ യാസർ അറാഫാത്ത് ഔദ്യോഗികമായി വധിക്കപ്പെട്ടതല്ലെങ്കിലും തന്റെ അവസാന നാളുകളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കടുത്ത ഉപരോധത്തിലായിരുന്നു അദ്ദേഹം. റാമള്ളയിലെ തന്റെ ആസ്ഥാനത്ത് സൈനിക വലയത്തിനുള്ളിൽ കഴിഞ്ഞ അദ്ദേഹം 2004 ദുരൂഹ സാഹചര്യത്തിൽ അന്തരിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ മരണം ഒരു രാഷ്ട്രീയ രഹസ്യമായി തുടരുന്നു. ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി കൂടുതൽ നിർണായകമായ സംഭവങ്ങൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. ഈ ഡോക്യുമെന്ററിയുടെ 2ാം ഭാഗം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലിൽ ലഭ്യമാണ്. പൂർണ്ണ കഥയറിയാൻ 2ാം ഭാഗം കാണാൻ മറക്കരുത്. തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഈ ലേഖനത്തിൽ പരാമർശിക്കപ്പെടാതെ പോയ നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ.